ഇതെന്നാണ് ഇലക്ഷൻ ക്ലർക്കിന് ആത്മഹത്യ ഉണ്ടാകുന്നത്? ഇതിപ്പോൾ അസ്വാഭാവികമായ രീതിയിൽ അവിടെ ആളുകൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്നു, വെട്ടിമാറ്റപ്പെടുന്നു. അതിൽ പരാതികളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും എന്തെല്ലാം സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്ത് ആരോപണമാണ് ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ മുന്നോട്ട് വെക്കുന്നത്? ഒക്ടോബർ 19-ാം തീയതിയാണ് ഈ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ ക്ലർക്കായ അജീഷ് മരണപ്പെടുന്നത്. അതായത് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള ഏറ്റവും അവസാന പണികൾ നടക്കുന്ന സമയമാണ്. 25-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുന്നത്. കൊടുവള്ളിയിലെ വോട്ടർ പട്ടികയിലാണ് ഏറ്റവും വ്യാപകമായ പരാതി. ഏറ്റവും അവസാന പട്ടികയിൽ തന്നെ വാർഡിൽ നിന്ന് പല വാർഡുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മാറ്റുകയും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്ന സംബന്ധിച്ച് നിരവധി പരാതികൾ വരുന്നു. ആ സംബന്ധിച്ചുള്ള രേഖകൾ തിരക്കി ആളുകളും രാഷ്ട്രീയ പാർട്ടികളും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോൾ നഗരസഭാ സെക്രട്ടറി ഇല്ല, ഒരു രേഖകളും ഇവിടെ ഇല്ലാതെ അവർ എഴുതി കൊടുക്കേണ്ടി വരുന്നു. അവസാനം നഗരസഭാ സെക്രട്ടറിയെ മാറ്റാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടേണ്ടി വരുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ വരുന്നു. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ വന്നു എന്ന് കഴിയുമ്പോഴാണ് ഈ മരണത്തെക്കുറിച്ചുള്ള വീണ്ടും ആ സമയത്തിന് ചില സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ അതിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക ക്രമക്കേട് ഉണ്ടാക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം ഇയാൾക്കുണ്ടായിരുന്നു, അതിൻ്റെ പേരിലായിരുന്നു എന്ന സംശയം മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഉന്നയിക്കുന്നത്. അതിൽ സംശയത്തിന് ഉന്നയിക്കുന്ന കാരണം എന്ന് പറയുന്നത് 19-ാം തീയതിയാണ് ഇയാൾ മരണപ്പെടുന്നത്. അതായത് 15-നും 16-നും അദ്ദേഹം ഓഫീസിൽ നിന്ന് 5 മണിക്ക് 6 മണിക്ക് ഇറങ്ങിയിൽ പോലും വീട്ടിലെത്തുന്നത് 11:30-ക്കാണ്. സാധാരണ അങ്ങനെ പോകുന്നൊരു ഉദ്യോഗസ്ഥനല്ല, ഓഫീസിൽ നേരെ വീട്ടിലേക്ക് പോകുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അത് 2 ദിവസം. അതിനുശേഷം 17-ഉം 18-ഉം, അതായത് മരണപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് 17-ഉം 18-ഉം ഈ 2 ദിവസങ്ങളിലും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, ഓഫീസിലെത്തിയിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നതായിട്ട് അറിയില്ല എന്നാണ് ബന്ധുക്കളിൽ നിന്നും അവർക്ക് മനസ്സിലാവുന്നത്. അതായത് ഇദ്ദേഹം മരണപ്പെടുന്നതിനൊരു 4 ദിവസം മുമ്പ് അദ്ദേഹം ഓഫീസിലല്ലാതെ വേറെ എവിടെയോ ഒരു കേന്ദ്രത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് അവർക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൾക്കായി മാറ്റുക എന്നുള്ളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊരു സംശയം അവർക്കുണ്ട്. UDF പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ UDF കമ്മിറ്റിക്കുമുണ്ട്. അതുകൊണ്ടാണ് അവരിതിൽ അജീഷിന്റെ മരണത്തിൽ വളരെയധികം ദുരൂഹതയുണ്ട്. തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ കെ ശിവദാസനുണ്ട്. അദ്ദേഹം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. ശ്രീ ശിവദാസന്, അജീഷിന്റെ മരണം, അതായത് ഇലക്ഷൻ ക്ലർക്കായിരുന്ന അജീഷിന്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ സംശയിക്കാനുള്ള തക്ക കാരണങ്ങൾ കൂടി അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ പറയുന്നു. അപ്പോൾ കൊടുവള്ളിയിൽ ഇപ്പോൾ നടന്നു വരുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയരുന്നത്. ഈ മരണവുമായി ഇങ്ങനെ ഒരു തരത്തിലുള്ള ആരോപണം വരുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കുറെ ദിവസം ലീവ് എടുത്തു, പിന്നെ 2 ദിവസം വന്നു. ആ ദിവസങ്ങളിലൊക്കെ ഞാനൊക്കെ ഇത് സംസാരിക്കുന്ന സമയത്ത് വളരെ അസ്വസ്ഥനായിട്ടാണ് കാണപ്പെട്ടത്. പിന്നീട് രാത്രി 11:30 മണിക്കാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആരോപണം ഉയർന്നു വന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ? അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം സാധാരണ പൊതുവെ ശാന്തശീലനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ശാന്തശീലൻ, സൗമ്യന. അദ്ദേഹം വീട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പം ഓഫീസ് 6 മണിന്റെ മുമ്പ് വീട്ടിലെത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ 2 ദിവസം മുമ്പ്, അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് 11:30 മണിക്കാണ് എത്തിയെന്ന് അവിടെയുള്ള പരിസരവാസികളും അല്ലാത്ത ആളുകളും ഒക്കെ അവിടെ ചെന്നപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വോട്ടർ ലിസ്റ്റ് റിവിഷന്റെ പൂർണ്ണമായ കാര്യങ്ങൾ നോക്കിയിരുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ അജീഷ് തന്നെയായിരുന്നു. അതെ, അജീഷ് ഇറങ്ങിയ സമയത്തൊക്കെ വളരെ ഓർഡറൊക്കെ തെറ്റിക്കാതെ തന്നെ ഹെയറിംഗ് നടത്തുന്ന ആളുകൾക്ക് ഫയലൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, സൂപ്രണ്ടിനോടൊക്കെ ഫയലൊക്കെ വാങ്ങി ക്ലിയർ ചെയ്ത് അടുക്കും ചിട്ടയോടുകൂടി വെക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഈ കാലയളവിനിടെ അദ്ദേഹം എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ആരോടെങ്കിലും പങ്കുവെക്കുകയോ അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും സമ്മർദ്ദങ്ങളുള്ളതായി തോന്നുകയോ അങ്ങനെ ചെയ്തിരുന്നോ? ഈ അവസാനം ഞാൻ നിമിഷം കണ്ട സമയത്ത് അജീഷ ലീവായിരുന്നല്ലോ എന്ന് വന്നെന്ന് പറഞ്ഞപ്പം ഒന്നും മിണ്ടാതെ എന്നുള്ള രൂപത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ ഒരു മാനസിക പ്രയാസം
എന്തോ അത് പിന്നെ അജിയുടെ ശൈലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്തോ, എനിക്ക് അന്നേരം ഒന്നും തോന്നിയിട്ടില്ല.